സംസ്ഥാനം ഭരിക്കുന്ന CPM തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ വേഗത കൂട്ടുന്ന ജില്ലയായി തൃശ്ശൂർ മാറുകയാണ്. അതായത് തൃശ്ശൂർ ജില്ലയിൽ CPM തകർന്ന് തരിപ്പണമാകുകയാണ് എന്നാണ് അർത്ഥം. പോലീസ് സംവിധാനവും ഭരണസ്വാധീനവും ഉപയോഗിച്ച് CPM നേതാക്കൾ കോടീശ്വരന്മാരാകുമ്പോൾ സാധാരണ പ്രവർത്തകർ അവിടെ പണി മതിയാക്കുകയാണ്. കാരണം എത്രയോ കേസുകൾ ഈ പിണറായി ഭരണകാലത്ത് തന്നെ തൃശ്ശൂരിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതാണിപ്പോൾ DYFIയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതായത് CPMന്റെ നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് DYFIയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് രംഗത്ത് വന്നിരിക്കുന്നത്. തെളിവുകളെല്ലാം അദ്ദേഹം നിരത്തുകയാണ്. കാരണം തൃശ്ശൂർ ജില്ലയുടെ കഥ നമുക്കറിയാം. ഇപ്പോൾ ആകെയുള്ള 13 നിയമസഭാ സീറ്റുകളിൽ 12 എണ്ണവും CPMന്റെയും അതായത് ഇടതുപക്ഷത്തിൻ്റെ കൈകളിലാണ്. വെറും ചാലക്കുടി എന്നുള്ള ഒറ്റ സീറ്റ് മാത്രം ചെറിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് CPM വലിയൊരു കൂപ്പുകുത്തലിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചന അതിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ തരുമ്പോൾ CPM എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നുവെന്നും അത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്നുള്ളതും വളരെ വ്യക്തമാവുകയാണ്. CPMന്റെ നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ഒരു ലെവൽ മാറുമെന്നാണ് DYFIയുടെ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ സെക്രട്ടറിക്ക് പരമാവധി 10,000 രൂപയാണ് പിരിവ് നടത്തിയാൽ മാസം കിട്ടുന്നതെന്നും അതേസമയം ജില്ലാ ഭാരവാഹിയായാൽ അത് 25,000-ന് മുകളിലാകും. ഇനി പാർട്ടി കമ്മിറ്റിയിൽ വന്നാൽ 75,000 മുതൽ 1 ലക്ഷം വരെയാകും പിരിവ് എന്നും ശരത് ചന്ദ്രൻ വ്യക്തമാക്കുകയാണ്. അവിടെയാണ് ചില നേതാക്കൾ തൃശ്ശൂരിൽ വളർന്നു വന്ന് ഇപ്പോൾ കോടീശ്വരന്മാരായി മാറിയത് എന്നുള്ളത് വ്യക്തമാകുന്നത്. ഇൻട്രാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരത്തിന് അനുസരിച്ചാണ് പിന്നീടുള്ള ഇവരുടെ ജീവിതം. CPM നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കരാണ് എന്നും DYFIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നു. അതിന് ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. MK കണ്ണൻ, നമുക്കറിയാം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ തന്നെ തലവനാണ്, CPMന്റെ അനിഷേധ്യനായ നേതാവാണ്. ആ MK കണ്ണന് ഒന്നുമില്ലാത്ത MK കണ്ണൻ ഇപ്പോൾ കോടാനുകോടി സ്വത്തുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നത് DYFI നേതാവാണ്. രാഷ്ട്രീയം കൊണ്ട് രക്ഷപ്പെട്ടതാണ് MK കണ്ണൻ. കപ്പലണ്ടി കച്ചവടമായിരുന്നു MK കണ്ണൻ്റെ തൊഴിൽ. വലിയ വലിയ ഡീലേഴ്സ് ആണ് അവർ ആയി മാറിയത്. പിന്നീട് വർഗീസ് കണ്ടംകുളത്തി നിസാര ഡീലിംഗ് ആണോ നടത്തുന്നത് എന്നും ചോദിക്കുന്നു. അനൂപ് കാട, AC മൊയ്തീൻ MLA ഒക്കെ വലിയ ഡീലിംഗ് ആണ് തൃശ്ശൂരിൽ നടത്തി വരുന്നത് എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. അപ്പർ ക്ലാസിൻ്റെ ഇടയിൽ ഡീലിംഗ് നടത്തുന്ന ആളാണ് AC മൊയ്തീൻ എന്ന് DYFIയുടെ സെക്രട്ടറി എന്ന നിലയിൽ ശരത് പ്രസാദ് പറഞ്ഞ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു MLA, CPMന്റെ MLA, അതേ CPMന്റെ യുവജന സംഘടനയായ DYFIയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നത് ഏറ്റവും വലിയ കോടികളുടെ അഴിമതി നടത്തിയ ഒരാൾ അല്ലെങ്കിൽ ഡീലിംഗ് നടത്തുന്ന ഒരാൾ എന്നുള്ളതാണ്. ഇത് തെളിഞ്ഞു വരുന്നത് നമുക്കറിയാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസാണ്. ഏകദേശം 300 കോടിയോളം രൂപ പാവപ്പെട്ടവരുടെ പണം അവിടെ അപഹരിക്കപ്പെട്ടു. സാധാരണക്കാരുടെ പണം എടുത്തുകൊണ്ട് CPMന്റെ നേതാക്കൾ സ്ഥലം വിട്ടു എന്ന് പറഞ്ഞ് കേന്ദ്രം വരെ അന്വേഷിക്കാൻ വന്ന ഒരു സംഭവം ഇതുവരെ അന്വേഷിച്ചിട്ടുമില്ല, ആരെയും കണ്ടെത്താനുമായിട്ടില്ല. അതിനർത്ഥം സാധാരണ ബാങ്ക് സെക്രട്ടറിയും അതുപോലെ ഇടനിലക്കാരും അറസ്റ്റിലായി എന്നല്ലാതെ ഇതിൻ്റെ മുന്നിൽ നിന്ന് AC മൊയ്തീനെ പോലെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ AC മൊയ്തീനും MK കണ്ണനുമൊക്കെ CPMന്റെ ബാനറിൽ അല്ലെങ്കിൽ മുന്നിൽ നിന്നുകൊണ്ട് കോടികൾ സമ്പാദിച്ചു. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ പാട്ടായി മാറിയിരിക്കുന്നു. അവരെ ശിക്ഷിക്കാൻ കേരളത്തിലെ പോലീസിനോ കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസിക്കോ കഴിയുന്നില്ല എങ്കിൽ അത് ജനങ്ങൾ തന്നെ ഏറ്റെടുത്തിരിക്കുന്നുവെന്നും ഏറ്റവും വലിയൊരു തകർച്ചയാണ് CPMന് തൃശ്ശൂരിൽ നേരിടാൻ പോകുന്നത് എന്നുമാണ് DYFIയുടെ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞു വെക്കുന്നത്.